ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 29/6/2024 നടന്ന WCPO എക്സാമിന്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ കട്ട് ഓഫ് എത്ര വരാൻ സാധ്യതയുണ്ട്, ഏകദേശ കട്ട് ഓഫ് എത്രയായിരിക്കും വരാൻ സാധ്യത എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോ പൊതുവെ നല്ല പാടുള്ള പരീക്ഷയായിരുന്നു, ടഫായിട്ടുള്ള പരീക്ഷയാണ് 29-ാം തീയതി നടന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് വൈഡ് എക്സാം നടക്കുന്നതുകൊണ്ട് തന്നെ പൊതുവെ ഈ WCPO എക്സാമിന്റെ കട്ട് ഓഫ് അല്പം ഉയർന്നാണ് നിൽക്കാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 60 മാർക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്. ഇത്തവണ 60 മാർക്ക് കട്ട് ഓഫ് വരാനുള്ള സാധ്യതയൊന്നുമില്ല, കാരണം പരീക്ഷ അത്ര ടൈറ്റ് പരീക്ഷയാണ് നടന്നത്. നമുക്ക് എത്ര ആ ഒരു ടോപ്പിക് വൈസ് നമുക്ക് എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം. ഈ പരീക്ഷയിൽ മലയാളത്തിൽ നമുക്ക് 10ൽ ഒരു 7 മാർക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങാവുന്ന ഒരു ചോദ്യമാണ് മലയാളത്തിൽ ചോദിച്ചത്. അതേപോലെ ഇംഗ്ലീഷ് ആണെങ്കിൽ 10ൽ ഒരു 5 മാർക്ക് എന്തായാലും ഈസി ആയിട്ട് വാങ്ങാം. 10ൽ ഒരു 5 മാർക്ക് കുറച്ച് പഠിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തായാലും വാങ്ങാവുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത്. മാത്സ് നോക്കുകയാണെങ്കിൽ 10ൽ ഒരു 6 മാർക്ക് എന്തായാലും വാങ്ങാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. 10ൽ ഒരു 6 മാർക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങാവുന്ന ചോദ്യമാണ് ചോദിച്ചത്. ഇനി സ്പെഷ്യൽ ടോപ്പിക് നോക്കുകയാണെങ്കിൽ 20 മാർക്കിൽ ഒരു 12 മാർക്ക് എന്ത് ചെയ്യാം നേടാവുന്ന ചോദ്യങ്ങളാണ്. 12 മാർക്ക് എന്ത് ചെയ്യാം, ഒരുവിധം പഠിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം 12 മാർക്ക് നേടാവുന്ന ഒരു പരീക്ഷയാണ് നടന്നത്. സയൻസ് നോക്കുകയാണെങ്കിൽ 13 ചോദ്യങ്ങളിൽ ഒരു 6 മാർക്ക് അത്യാവശ്യം 10ാം ക്ലാസ് വരെയെങ്കിലും സയൻസ് പഠിച്ച ഒരാൾക്ക്, PSCക്ക് വേണ്ടി സയൻസ് പഠിച്ച പിന്നീട് പഠിക്കാത്ത ഒരാൾക്ക്, ഡിഗ്രിക്കൊന്നും സയൻസ് പഠിക്കാത്ത ഒരാൾക്ക്, PSCക്ക് വേണ്ടി മാത്രം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം ഒരു 6 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, കണ്ടെത്താൻ സാധിക്കുമായിരുന്നു സയൻസിൽ നിന്ന്. ഇപ്പോ മലയാളത്തിന് 7, ഇംഗ്ലീഷ് 5, മാത്സ് 6, സ്പെഷ്യൽ ടോപ്പിക് 12, സയൻസിന് ഒരു 6 മാർക്ക്. ഇനി GK ചോദ്യങ്ങൾ, ബാക്കിയുള്ള 37 GK ചോദ്യങ്ങളില് 22 മാർക്ക് എന്ത് ചെയ്യാം GKയിൽ നിന്ന് ഏകദേശം കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഒരു 59 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. 59 മാർക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. 59 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് പറയുമ്പോഴും 59 തന്നെ കട്ട് ഓഫ് വരും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. 59 ഒരിക്കലും കട്ട് ഓഫ് വരില്ല ഈ പരീക്ഷയ്ക്ക്. കാരണം 59 മാക്സിമം ഒരാൾ നേടാൻ സാധ്യതയുള്ള ഒരു മാർക്കാണ് ഞാൻ പറഞ്ഞത് 59. അപ്പോ ഒരു 1500 പേരെയോ അല്ലെങ്കിൽ 2000 പേരെയോ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വരുമ്പോൾ താഴത്തേക്ക് വരും ഈ 59 എന്നുള്ളത്. പിന്നീട് താഴും ഒരു 50നും 55നും ഇടക്കായിരിക്കും മിക്കവാറും കട്ട് ഓഫ് വരാനുള്ള സാധ്യത. കാരണം ഫിസിക്കൽ കൂടി ഉള്ളത് കൊണ്ടും എന്താണ് ഒരു 50-55 ആയിരിക്കും ഈ പറയുന്ന WCPO എക്സാമിന്റെ കട്ട് ഓഫ് വരാനുള്ള സാധ്യത കാണുന്നത്. അപ്പോ ഈ ഒരു മാർക്കുള്ളവർ എന്ത് ചെയ്യുക, ഫിസിക്കൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക ചെയ്തു തുടങ്ങുക. ആ സമയം കാത്തു നിൽക്കേണ്ട, ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക ഫിസിക്കലൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.